താരസംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗമായ അൻസിബ ഹസൻ ചേരുകയാണ്. അൻസിബ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ അൻസിബ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാം എനിക്ക്. അൻസിബ, കുറച്ചു നേരം നമ്മുടെ വിനയൻ ചേട്ടനുമായി സംസാരിച്ചിരുന്നു പോയത് കൊണ്ടാണ് അൻസിബയിലേക്ക് എത്താൻ വൈകിയത്. കുഴപ്പമില്ല, ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അൻസിബയെ ബിഗ് ബോസിൽ കണ്ടതിന് ശേഷം ഇപ്പോഴാണ് നേരിട്ടൊന്ന് കാണുന്നത്. അൻസിബ ഇപ്പോൾ പുതിയ സിനിമകൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ ഏറ്റവും അടുത്ത പ്രോജക്റ്റ്? ഞാനൊരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്. ഒരു ഹൊറർ ത്രില്ലറാണ്. അതിന്റെ ഒരു പണിപ്പുരയിലാണ്. എഴുത്ത് ഞാൻ തന്നെ സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കുകളിൽ. ബിഗ് ബോസ് ഒരു ഘടകമാണോ? അതിൽ നിന്നാണോ കുറച്ച് ത്രെഡൊക്കെ കിട്ടിയത്? ഒരിക്കലും അല്ല. ഞാനൊരു 4 വർഷം മുമ്പ് ഒരു മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ട്. ലാലേട്ടനായിരുന്നു അത് ലോഞ്ചൊക്കെ ചെയ്തു തന്നത്. പക്ഷെ അത് ഞങ്ങൾ ഡൽഹിയിലായിരുന്നു അതിന്റെ ഷൂട്ട്. ആ സമയത്തായിരുന്നു അവിടെ JNU പ്രൊട്ടസ്റ്റ് വന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൌൺ ആയി, നമ്മുടെ കോവിഡ് കാരണം. അത് കാരണം പിന്നെ അങ്ങനെ അങ്ങ് മാറിപ്പോയി. പിന്നെ ഇപ്പോ ഞാൻ വീണ്ടും മൂവി ഡയറക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം സഫലീകരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, പ്രീ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ അൻസിബ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കമൊക്കെ അൻസിബ ഇതൊക്കെ പരിശോധിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സീരിയസ് ആയി കാണുന്ന ഒരാളെന്നാണ് അൻസിബയുടെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അൻസിബ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ പല കാര്യങ്ങളും ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്നും ഇതുപോലെ കേട്ടിട്ടുള്ള ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആ ഒരു റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. കാരണം അമ്മ ഷോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ബിഹൈൻഡ് ദ സ്റ്റേജിലുള്ള ഒരു വർക്കായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഫുൾ വർക്കിലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞൊന്ന് തലപൊക്കിയത്. അതുകൊണ്ട് അത് കംപ്ലീറ്റ് പഠിച്ചിട്ടില്ല. പക്ഷെ എല്ലാ ന്യൂസുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ന്യൂസ്. അൻസിബ ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം അൻസിബയ്ക്ക് കിട്ടിയ അവസരങ്ങൾ, അൻസിബ ഒരു നല്ല അഭിനേത്രിയാണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത ആളായതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു വിശകലനത്തിലേക്കൊന്നും പോകുന്നില്ല. പ്രേക്ഷകർക്കും അൻസിബയെ ഇഷ്ടമാണ്. അൻസിബയുടെ ഒരു പേഴ്സണൽ ക്യാരക്ടർ എന്താണെന്നുള്ളത് ബിഗ് ബോസിലൂടെ മനസ്സിലായതോടുകൂടി ആ ഒരു ഇഷ്ടം കൂടിയിട്ടും ഉണ്ടാകണം. അൻസിബ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അൻസിബ എത്തിയതിനു ശേഷം അൻസിബയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും അൻസിബയ്ക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അവരത്രയും പെയിൻ അനുഭവിച്ചത് കൊണ്ടായിരിക്കും ആ സ്ത്രീകളെല്ലാം ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അവരുടെ വേദനകളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും കണ്ടില്ല എന്ന് നടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും സിനിമയിൽ ഒരുപാട് ആഗ്രഹിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വന്ന ആളാണ്. ഒരുപാട് പേര്, മെജോറിറ്റിയും അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. സാധാരണ വീടുകളിൽ നിന്നും സിനിമ ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓഡിഷനിലൂടെയാണ് ദൃശ്യത്തിൽ അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള അവസരങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒരു ബ്രേക്ക് എടുക്കുകയും ഞാൻ ആങ്കറിംഗ് മേഖലയിലേക്ക് തിരികുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദൃശ്യം 2 ചെയ്തു. വീണ്ടും ഞാൻ ദുബായിൽ ആർജായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ദുബായിൽ ആർജായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇപ്പോഴാണ് ഞാൻ നാട്ടിലെത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു കുട്ടികൾ എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സെൽഫ് റെസ്പെക്ട് അവിടെ നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ ഞാൻ അവിടുന്ന് പോവും. ഞാൻ ഒരിക്കലും അവിടെ നിൽക്കാറില്ല. അപ്പോൾ എൻ്റെ എപ്പോഴും ഉള്ള ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസമുണ്ട്. എനിക്ക് എവിടെ ചെന്നാലും ജോലി ചെയ്യാൻ പറ്റും. എനിക്ക് സിനിമ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ജീവിക്കാൻ. എനിക്ക് വേറെ ഏത് ജോലി ചെയ്യാൻ മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ വിദ്യാസമ്പന്നരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മൂല്യമുള്ളൊരു സംഭവം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആ എഡ്യൂക്കേഷൻ്റെ ഒരു പവർ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ചൂഷണത്തിന് ഇരയാവേണ്ടി വരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ എനിക്ക് സിനിമകൾ പിന്നീട് വന്ന സമയത്ത് ചില ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്, ചില സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അത് പറയാതെ വേറെ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്ക് മാത്രമൊന്നുമല്ല, ഒരുപാട് പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല കേട്ടോ, പുരുഷന്മാർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും സംഭവിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്കൊരു വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അത് നമ്മൾ വായനയിലൂടെയും നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ആണ് എല്ലാവർക്കും നൽകുന്നത്. അപ്പോൾ സ്ത്രീകൾ ആ ഒരു കോൺഫിഡൻസിൽ വേണം മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്.